കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മളിന്ന് ദാനിയേലിന്റെ പുസ്തകത്തിലെ ഗ്രന്ഥകാരനായ ദാനിയേലിനെ കുറിച്ചുള്ള വിവിധ പാഠത്തിലേക്കാണ് പോകാൻ പോകുന്നത്. വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയങ്ങളിൽ നമ്മുടെ പാഠവുമായിട്ട് അല്പം മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ സന്തോഷവാന്മാരാണല്ലേ? നമുക്കപ്പോൾ ആ പാഠത്തിലേക്ക് നീങ്ങാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ആൾ ആരാണ്? നിങ്ങളുടെ സുഹൃത്തുക്കളാണോ, സോഷ്യൽ മീഡിയ ആണോ, അതോ നിങ്ങളുടെ വീട്ടുകാരാണോ? ആരാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? ഓക്കെ, ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വലിയ സത്യമുണ്ട്. പ്രശസ്തരാകുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്നു എന്നുള്ളതാണ് നാം പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതിന് വിവരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയം കൂടിയാണ്. സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പോഴോ ബാബിലോണിലെ കൊട്ടാരത്തിൽ എത്തിയപ്പോഴോ അല്ല ദാനിയേൽ ശക്തനായത്, വിശ്വാസത്തിൽ ശക്തനായത്. ആരും കാണാതിരുന്ന അവന്റെ ബാല്യകാലത്ത് തന്നെ അവരുടെ തീരുമാനങ്ങളാണ് സത്യത്തിൽ അവനെ ശക്തനാക്കിയത്. ഇനി അല്പം ചരിത്ര പശ്ചാത്തലത്തിൽ വന്നു പോയാലോ? അന്നത്തെ കാലത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? ദാനിയേൽ ജനിച്ച ഒരു കാലം കാര്യമായ ദൈവിക വെളിപ്പാടുകൾ ഇല്ലാതിരുന്ന ഒരു കാലത്താണ്. എന്ന് പറഞ്ഞാൽ ആ രാജ്യവും പൊതുവെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന ഒരു കാലം. ഭരിച്ചിരുന്ന രാജാക്കന്മാർ ദൈവത്തെ നിഷേധിച്ചിരുന്ന ഒരു കാലം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ചെറുപ്പക്കാരനായ ഒരു യോശിയാവ് എന്ന് പറയുന്ന രാജാവ് അവിടെ ഭരണത്തിൽ വരുന്നത്. ഈ സമയത്ത് യഹൂദ ജനം മുഴുവനും പാപത്തിൽ മുഴുകി, ദൈവം വചനം മറന്നു, ആരാധന ആലയത്തിൽ ദൈവം വചനം കൊണ്ടുവരാതായി, ആരാധനാലയത്തിൽ വചനം ചുരുളുകൾ എവിടെയാണെന്നറിയില്ല. അങ്ങനെ ഈ യോശിയാവ് എന്ന് പറയുന്ന ഈ രാജാവ് വളരെ ചെറുപ്പക്കാരൻ. അദ്ദേഹം ദേവാലയം പുതുക്കി പണിയാനും അതിനെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവാലയം പുതുക്കി പണിയുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന പല ദൈവാലയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെടുത്തു. ദൈവിക തിരുവെഴുത്തുകളുടെ ചുരുളുകൾ, താന് ദൈവവചനത്തിന്റെ പുസ്തകം, തിരുവെഴുത്തുകൾ അവിടെ നിന്ന് കണ്ടെടുത്തു. അദ്ദേഹം ദൈവാലയത്തിലും ആ നാട്ടിലും ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയെല്ലാം തകർത്തിട്ട് ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ ദേശത്തിന് വലിയ ഉണർവ് ആ വചനത്തിന്റെ പഠന മുഖാന്തരം ഉണ്ടാവുകയും ചെയ്തു. ഈ ഉണർവിന്റെ കാലത്താണ് ദാനിയേലിന്റെ ജനനം. അങ്ങനെയാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആത്മീയ വചനത്തിന്റെ പഠനം ആ നാട്ടിൽ കിട്ടിയപ്പോൾ സകലവും നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആകെ ആശ്രയം ദൈവമാണ്. മൊത്തത്തിൽ വഴികൾ അറിഞ്ഞു പോയ കാലഘട്ടത്തിൽ വരെ നിവർത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം വചനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഈ വചനം അവരെ സ്വതന്ത്രമാക്കുമെന്നും വചനം അവരെ വഴി നടത്തുമെന്നും ഈ ദൈവമാണ് എല്ലാത്തിന്റെയും ഉത്തരവാദി എന്ന് മനസ്സിലാക്കി തകർന്ന കാലഘട്ടത്തിൽ ഈ വചനത്തിന്റെ പഠനം, ഇത് വായിച്ചു കേട്ടതും ആ ദൈവാലയ ശുദ്ധീകരണവും ശരിക്കും ആ ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തി. നമ്മൾ സദൃശവാക്യങ്ങൾ 22:6 വാക്യം പഠിക്കുമ്പോൾ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാബിലോണിലെ കഠിനമായ പരീക്ഷകളിൽ ദാനിയേൽ ജയിക്കാൻ കാരണം യഹൂദയിൽ തനിക്ക് ലഭിച്ച ആത്മീക പരിശീലനമാണ്. പരീക്ഷകൾ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല വിശ്വാസം. പെട്ടെന്ന് പരീക്ഷ വരുമ്പോൾ ഉണ്ടാകുന്ന നല്ല വിശ്വാസം, അത് ശാന്തമായ സാഹചര്യങ്ങളിൽ കൂടി നടന്നു പോകുന്ന സാഹചര്യത്തിൽ ജീവിതത്തിന്റെ ബാല്യങ്ങൾ തന്നെ കെട്ടിപ്പടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസം. ഇനിയും ഇവർ പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാനിയേലിന് ഏകദേശം 14 17 ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ബാബിലോൺ ഈ ഇസ്രായേൽ രാജ്യത്തെ ആക്രമിക്കുന്നത്, യെരുശലേം ദേവാലയത്തെ തകർത്ത് കളയുന്നത്, അല്ലെങ്കിൽ അവിടെ ആളുകളെ പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകുന്നത്. അപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ സ്വന്തം നാട് നഷ്ടപ്പെട്ടു, അവിടെ ആരുമില്ല, ആരാധനാലയം നഷ്ടപ്പെട്ടു, ദൈവവചനത്തിന്റെ കേൾവി ഒരുപക്ഷെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ജീവിതത്തിന്റെ ആദി, ഇനി എങ്ങനെ നിലനിൽക്കും എന്നുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധി. സ്വന്തം നാട് വിട്ട് പ്രവാസിയായിട്ടൊക്കെ പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു തടവുകാരനായി പോകേണ്ടി വരുന്ന സ്ഥിതി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ സ്ഥിതി നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറെ നാട്ടിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ? എന്നാൽ അവിടെയാണ് ദാനിയേൽ ആ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൽ അചഞ്ചലമായി വിശ്വാസം തർക്കാത്തത്. അവന്റെ ജന്മനാട് പോയി, സ്വന്തം നാട്ടിലുള്ള സ്വാതന്ത്ര്യം അവൻ നഷ്ടപ്പെട്ടു. ഇനി അത് മാത്രമല്ല, അവനെ കൊണ്ടുപോയി അവർ ആദ്യം ചെയ്തത് അവന്റെ പേര് മാറ്റിയെന്നുള്ളതാണ്. ദാനിയേലിനെയും ദാനിയേലിന്റെ മറ്റു 3 കൂട്ടുകാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയ ആ കാലഘട്ടമാണ്. അവര് ശരിക്കും കുലീനന്മാരായ കുടുംബത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നരായ ആളുകളായിരുന്നു, ഇച്ചിരി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു. അവരെ കൊണ്ടുപോയി അവന്റെ പേര് മാറ്റി.
പക്ഷെ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഇനിയും ഈ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കറിയാമോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഒരു നാട്ടിൽ കൊണ്ടുപോയി ആദ്യം പേര് മാറ്റുമ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത ചിന്തിക്കാം. എന്നാൽ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി പേരങ്ങ് മാറ്റി. ആദ്യം അവിടുത്തെ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ടായിരുന്നു. ദാനിയലിന്റെ പേരിനെ ബെൽത്ത്ശസ്സർ എന്ന പേര് ഇട്ട് ഒരു പുതിയ പേര് വരെ എടുത്തു. ആ പുതിയ പേരോട് കൂടി അവൻ അറിയപ്പെടാൻ തുടങ്ങി. ആ പേര് മാറ്റുമ്പോൾ സത്യത്തിൽ മാറുന്നത് അവന്റെ ഐഡന്റിറ്റിയാണ്, അവന്റെ സ്വത്വമാണ്. അവന്റെ ജീവിതത്തിൽ പേര് മാറ്റി, അവിടുത്തെ സാഹചര്യം മാറ്റി, അവിടുത്തെ രീതികൾ മുഴുവനും മാറ്റി, ഒരു കൊട്ടാരത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. അപ്പോൾ സത്യത്തിൽ ജീവിതത്തിന് മൊത്തം സാഹചര്യം മാറ്റി ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അവനെ കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതത്തിന്റെ രീതികളെല്ലാം മാറാം. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ 14-17 വയസ്സുകാരൻ എന്ത് തീരുമാനമെടുക്കും? അത് നിങ്ങളുടെ പ്രായം. ഇവിടെ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? അവർക്ക് തീരുമാനമെടുക്കാൻ പ്രാപ്തി എങ്ങനെയാണ് ലഭിക്കുന്നത്? കൂടെ അവന്റെ അപ്പനുണ്ടോ അമ്മയുണ്ടോ സഹോദരനുണ്ടോ ഒന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ എങ്ങനെ അവൻ തീരുമാനമെടുക്കും? എങ്ങനെ അവൻ ജീവിക്കും? എന്നാൽ ദാനിയേലിന്റെ 1:8 കാണുന്ന ഒരു വാക്യം നമ്മൾ പല വാക്യമായി പഠിക്കേണ്ടുന്ന ഒരു വാക്യം കൂടിയാണത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അവനെടുത്തു. അവിടെ പറയുന്നത്, എന്നാൽ ഞാൻ രാജാവിന്റെ ഭക്ഷണം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. നോക്കൂ, ഇത് വെറുമൊരു ഭക്ഷണത്തിന്റെ പ്രശ്നമായിരുന്നില്ല. ഇത് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളമായിരുന്നു. കാരണം അവൻ ആ നാട്ടിലെ സംസ്കാരത്തിന് മുൻപിൽ മുട്ടുമടക്കില്ല. അല്ലെങ്കിൽ കുറച്ച് മുതിർന്നിട്ട് തീരുമാനിക്കാമെന്നോ അവൻ പറഞ്ഞില്ല. കാരണം വിട്ടുവീഴ്ചകൾ തുടങ്ങുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണെന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. ഒരു രാജാവിന് പറയാനുള്ള ധൈര്യം അവനങ്ങനെ ലഭിച്ചു. രാജാവ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ കഴിക്കണം. അവിടെയും വളരെ ബുദ്ധിപൂർവ്വമാണ് അവൻ സംസാരിച്ചത്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ഞങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞാണ് അവൻ അതിന് തയ്യാറാകുന്നത്. എന്നാൽ അവന്റെ പേര് മാറ്റം അവനെ മാറ്റിയില്ല. അവന്റെ ഐഡന്റിറ്റി മാറ്റാൻ ശ്രമിച്ചപ്പോഴും അവന്റെ വിശ്വാസം മാറിയില്ല. അവന്റെ ആഹാരം മാറ്റിയപ്പോഴും അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന് വിരുദ്ധമായ ആഹാരമാണ്. കാരണം ഞാൻ എന്റെ ദൈവവചനത്തിൽ നിന്ന് പഠിച്ച ആഹാരത്തിന് വിരുദ്ധമാണിത്. എനിക്കിത് കഴിച്ചുകൂടാ എന്നൊരു തീരുമാനം ഹൃദയത്തിൽ നിശ്ചയിച്ചത് മാത്രമല്ല, അവൻ അത് നിശ്ചയിച്ച് ഉറപ്പിച്ച് അത് കൃത്യമായി ബുദ്ധിപൂർവ്വം സംസാരിക്കുകയും ചെയ്തു. ഇനി അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആർക്കും കുറ്റം പറയാനൊക്കാത്തൊരു സ്വഭാവമായിരുന്നു അവനുള്ളത്. അവൻ പിന്നീട് ഒരു വലിയ ഉദ്യോഗസ്ഥനായി. അവനെ നെബൂഖദ്നേസർ രാജാവിന്റെ കൊടുത്ത് കൊണ്ടുപോയി ബെൽഷസ്സർ രാജാവിന്റെ കാലത്തൊക്കെ ആയപ്പോൾ അവന്റെ അധികാരത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. അവനൊരു വലിയ ഔദ്യോഗിക സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ട് പിന്നീട് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ കാലമായപ്പോൾ അവനിൽ കുറ്റം ആരോപിക്കേണ്ടതിന് ആളുകൾ നോക്കി നടന്നു. കോരശ് രാജാവിന്റെ ദാരിയാവേശിന്റെ കാലത്ത്, കോരശ് രാജാവിന്റെ കാലത്തൊക്കെ അവനെ കുറ്റം ആരോപിക്കാൻ നോക്കി നടന്നു. അവന്റെ ശക്തമായൊരു സ്വഭാവത്തിൽ നോക്കിക്കേ, ശത്രുക്കൾക്ക് പോലും അവനൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരും കാണാതിരിക്കുമ്പോഴും അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവം കാണുന്നു എന്നൊരു ചിന്ത അവനുണ്ടായിരുന്നുകൊണ്ട് ഒരു ദൈവത്തെ ഭയപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവന്. അതുകൊണ്ടാണ് നോഹയോടും ഇയ്യോബിനോടും ഒപ്പം നീതിമാന്മാരുടെ കൂട്ടത്തിൽ ദാനിയേലിനെയും ചരിത്രം വിലയിരുത്തുന്നത്, ചേർത്ത് വെക്കുന്നത്. ഇനി അവന്റെ അടുത്ത വേറെ ഒരു നല്ല സ്വഭാവമുള്ളതായിരുന്നു പ്രാർത്ഥന. രാജാവിന്റെ നിയമം ലംഘിച്ചാൽ, രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളയും എന്ന് അറിഞ്ഞിട്ടും അവൻ പ്രാർത്ഥന നിർത്തിയില്ല. അവൻ മരണത്തെ ഭയന്നില്ല. അപ്പോഴും യെരൂശലേമിന് നേരെ അവന്റെ വാതിലുകൾ തുറന്നിട്ടു. അവൻ കൃത്യമായി ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സമയം നിശ്ചയിക്കുകയാണ്. അത് പ്രതികൂലം വന്നാൽ മാറേണ്ടതല്ല. അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധയിലെത്തി. പ്രശ്നം വരുമെങ്കിൽ എനിക്കെന്താ പ്രാർത്ഥിക്കണ്ട, അത് മാറിയിരിക്കാം, ഒഴിഞ്ഞിരിക്കാം, അതൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ പറഞ്ഞ ദൈവത്തോടുള്ള ബന്ധം വിട്ടിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ നിയമമെതിരായിട്ടും പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതിന്റെ ഫലമായി തന്നെ ദൈവം അവനെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിശബ്ദമാക്കാൻ കഴിയാത്ത വിശ്വാസമായിരുന്നു അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായിരുന്നത്. ദൈവം അവനെ ഉയർത്താൻ തുടങ്ങി. ദാനിയേൽ ദൈവത്തെ ബഹുമാനിപ്പാൻ നിശ്ചയിച്ചപ്പോൾ മുതൽ ദൈവം ദാനിയേലിനെ ഉയർത്താൻ നിശ്ചയിച്ചു. ബാബിലോണിലെയും അതിനുശേഷം വന്ന പേർഷ്യയിലെയും ഏറ്റവും വലിയ ഭരണാധികാരികളുടെ ഒരാളായിട്ട് അവൻ മാറി. ബുദ്ധി കൊണ്ടല്ല ഇതൊന്നും, മറിച്ച് ദൈവഭക്തി കൊണ്ടാണ് അവൻ ആ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത്. ദൈവങ്ങളെ, നമുക്കെന്നുള്ള അവരുടെ ഇതിനകത്ത് പഠിക്കുന്ന ചില പാഠങ്ങൾ. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ദൈവവചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നതും ഭാവിയെ നിർണ്ണയിക്കുന്നതും. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
തീരുമാനങ്ങൾ ജീവിതത്തെ മാറ്റുന്നു. ചെറുപ്പത്തിൽ തന്നെ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കും. നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണം ചിന്തിക്കുന്ന തീരുമാനമാണ്. ദൈവഭക്തി ഒരിക്കലും ബലഹീനതയല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. വിശ്വാസം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും തരും. ദൈവം വിശ്വസ്തരെ മാനിക്കുന്ന ദൈവമാണ്. നിങ്ങൾ രഹസ്യമായി കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം പരസ്യമായി അതിന്റെ പ്രതിഫലം തരും. നിങ്ങളെ പ്രതിഫലം നൽകി ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ലോകത്തിന്റെ രീതികളുമായി ഒത്തുപോകാനെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇന്ന് വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കേണ്ട അതിരുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. ഞാൻ ദൈവിക കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിലും സ്വഭാവത്തിലും മാറ്റം വരുത്തേണ്ട ഒരു കാര്യം കണ്ടെത്തണം. നിങ്ങളുടെ ഈ പ്രായത്തിലല്ലേ ദാനിയേൽ ഈ തീരുമാനമെടുക്കുകയും ദൈവം അവനെ മാനിച്ച് പിന്നീട് ഉയർത്തുകയും ചെയ്തത്? ദൈവത്തെ മാനിക്കൂ, ദൈവം നിങ്ങളെയും മാനിക്കും. ദാനിയേലിനെ പോലെ ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഭാഗങ്ങൾ എന്ന് പറയുന്ന പേരിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിലൊരു സ്വഭാവ ഗുണം, ഒരു ശീലം, ഒരു ആത്മിക ചിട്ട എന്നിവ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പഠിക്കുന്ന പാഠങ്ങൾ വിശ്വസ്തരായി നിൽക്കാം. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.